മന്നം ജയന്തി ആഘോഷത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒഴിവാക്കി രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ച് NSS. മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷകന്റെ റോളാണ് ചെന്നിത്തലയ്ക്കുള്ളത്. സതീശനെ തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന സന്ദേശം കൂടിയാണ് NSS കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്. നേരത്തെ മുതൽ വി.ഡി. സതീശനോടുള്ള എതിർപ്പ് NSS ഇപ്പോഴും തുടരുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സതീശനെ ഒഴിവാക്കി രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് NSS ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലൂടെ സതീശനെ അംഗീകരിക്കുന്നില്ലെന്ന പരസ്യ പ്രഖ്യാപനമാണ് NSS നൽകുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. സന്തോഷപൂർവ്വം ഞാൻ ചടങ്ങിൽ പങ്കെടുത്തു. അത് എനിക്ക് എന്നെ ക്ഷണിച്ചതിൽ അവരോട് എനിക്ക് പ്രത്യേകം നന്ദി. പഴയ അന്തരീക്ഷത്തിലേക്ക് എത്തൂലേ? മുൻപ് അങ്ങനെ ഇപ്പം എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരും യോജിച്ചു പോകാനുള്ളതാണല്ലോ നമ്മുടെ സമീപനം. ഇഷ്ടമുള്ളവർക്ക് ക്ഷണമുണ്ടാകുമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. അതല്ലാതെ അവർ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കാറ്. ഇപ്പോൾ NSSന്റെ പരിപാടിയിൽ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുക. ഇപ്പോൾ ഒരു വർഷം ക്ഷണിച്ചാൽ അടുത്ത വർഷം ക്ഷണിക്കാറില്ല. പിന്നെ ചടങ്ങിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഞാൻ 90 ജനുവരി 2 ഞാനും പങ്കെടുത്തില്ല. MP ആയ ഉടനെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടി പിടിക്കാനുള്ള സതീശന്റെ നീക്കത്തിന് തിരിച്ചടിയാണ് NSS നിലപാട്. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം ഉറപ്പിക്കാൻ സതീശൻ നീക്കം തുടങ്ങിയിരുന്നു. ഇതിനെതിരെ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ മറുവശത്ത് സംഘടിക്കുകയാണ്. ഇതിനിടയിലാണ് NSS സതീശനോടുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടമാക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.